A1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തുല്യത +1 +2 ടൈം ടേബിൾ, പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ എല്ലാവർക്കും അത് എങ്ങനെയായിരിക്കും ടൈം ടേബിൾ, എന്നാണ് എക്സാം തുടങ്ങുന്നത്, എക്സാമിന് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് എന്നാണ്, എത്രയാണ് ഫീസ്, എന്തെല്ലാം കാര്യങ്ങളാണ് എക്സാം ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് 1ാം വർഷ 2ാം വർഷ തുല്യതാ പരീക്ഷ നടത്തിയത്. അതുപോലെ തന്നെ ഈ വർഷവും മെയ് മാസമാണ്, 2024 മെയ് മാസത്തിലാണ് പബ്ലിക് പരീക്ഷ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് 20/5/2024 തിങ്കളാഴ്ച തുടങ്ങി 25/5/2024 ശനിയാഴ്ച അവസാനിക്കുന്ന രീതിയിലാണ് എക്സാം വരുന്നത്, പരീക്ഷ വരുന്നത്. രാവിലെയാണ് പരീക്ഷാ സമയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാനായിട്ടുള്ള ദിവസം എന്നാണ്, അതുപോലെ തന്നെ എത്രയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് എന്നുള്ളതാണ്. എക്സാമിൻ്റെ ടൈം ടേബിൾ ഇപ്രകാരമാണ്. 1ാം വർഷക്കാരാണെങ്കിൽ 20/5/2024 തിങ്കളാഴ്ച 9:30 മുതൽ 12:15 വരെ ഇംഗ്ലീഷാണ് എക്സാം വരുന്നത്. ദെൻ 21/5/2024 ചൊവ്വാഴ്ച 9:30 മുതൽ 12:15 വരെ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ആണ് വരുന്നത്. ദെൻ 22/5/2024 ബുധനാഴ്ച 9:30 മുതൽ 12:15 വരെ ഹിസ്റ്ററി അല്ലെങ്കിൽ അക്കൗണ്ടൻസി, അതായത് ഹ്യൂമാനിറ്റീസിന് ഹിസ്റ്ററിയും കൊമേഴ്സിന് അക്കൗണ്ടൻസിയുമാണ്. ദെൻ 23/5/2024 വ്യാഴാഴ്ച 9:30 മുതൽ 12:15 വരെ ബിസിനസ് സ്റ്റഡീസ് കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിന് സോഷ്യോളജിയുമാണ്. അതേപോലെ തന്നെ 9:30 മുതൽ 11:45 വരെ സോഷ്യോളജിക്ക് പകരം ഗാന്ധിയൻ സ്റ്റഡീസ് ഉള്ളവരുണ്ടാവാം, അവരുടെ എക്സാം ഗാന്ധിയൻ സ്റ്റഡീസ് ആയിരിക്കും. അതിൻ്റെ സമയം ഒന്ന് ശ്രദ്ധിക്കുക. 9:30 മുതൽ 11:45 വരെയാണ് എൻ്റെ സമയം, കാരണം അതിന് പ്രാക്ടിക്കൽ ഉള്ളത് കൊണ്ടാണ്. ദെൻ 24/5/2024 വെള്ളിയാഴ്ച 9:30 മുതൽ 12:15 വരെ പൊളിറ്റിക്കൽ സയൻസ് ആണ്. ദെൻ 25/5/2024 ശനിയാഴ്ച 9:30 മുതൽ 12:15 വരെ ഇക്കണോമിക്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹ്യൂമാനിറ്റീസിലും അതേപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിലും രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും. അപ്പോൾ അത് 9:30 മുതൽ 12:15 വരെ 24-ാം തീയതി പൊളിറ്റിക്സും 25-ാം തീയതി ഇക്കണോമിക്സും ആയിരിക്കും ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ടൈം ടേബിൾ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ 2 വർഷ തുല്യതാ പരീക്ഷയുടെ ടൈം ടേബിൾ പ്രകാരമാണ്. 20/5/2024 തിങ്കളാഴ്ച 9:30 മുതൽ 12:15 വരെ മലയാളം ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജാണ്. ദെൻ 21/5/2024 ചൊവ്വാഴ്ച 9:30 മുതൽ 12:15 വരെ ഇംഗ്ലീഷാണ്. ദെൻ 22/5/24 ബുധനാഴ്ച 9:30 മുതൽ 12:15 വരെ ബിസിനസ് സ്റ്റഡീസ് കൊമേഴ്സിനും സോഷ്യോളജി ഹ്യൂമാനിറ്റീസിനുമാണ്. ദെൻ അന്ന് തന്നെ സോഷ്യോളജിക്ക് പകരം ഗാന്ധിയൻ സ്റ്റഡീസ് ഉള്ളവർക്ക് 9:30 മുതൽ 11:45 വരെ ഗാന്ധിയൻ സ്റ്റഡീസ് ആയിരിക്കും. ദെൻ 23/5/24 വ്യാഴാഴ്ച 9:30 മുതൽ 12:15 വരെ ഹ്യൂമാനിറ്റീസിന് ഹിസ്റ്ററിയും കൊമേഴ്സിന് അക്കൗണ്ടൻസിയുമായിരിക്കും. ദെൻ 24/5/24 വെള്ളിയാഴ്ച 9:30 മുതൽ 12:15 വരെ ഇക്കണോമിക്സ് ആണ്. ദെൻ 25/5/24 ശനിയാഴ്ച 9:30 മുതൽ 12:15 വരെ
പൊളിറ്റിക്കൽ സയൻസാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും ഒരേപോലെയാണ് ഉള്ളത് എന്നുള്ളതിനാൽ രണ്ടുപേർക്കും ഉള്ള ഡേറ്റ് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുമല്ലോ എല്ലാവരും ശ്രദ്ധിക്കുക. +1 ആണെങ്കിലും +2 ആണെങ്കിലും നിങ്ങൾ എക്സാമിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട വസ്തുക്കൾ ഇതൊക്കെയാണ്. SLC ബുക്കിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്തത് വേണം. ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 3 എണ്ണം ആവശ്യമാണ്. രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് കോപ്പി അറ്റസ്റ്റ് ചെയ്തത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 1200 രൂപ എക്സാം ഫീസും 100 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും ഫസ്റ്റ് ഇയറും, 1200 രൂപ എക്സാം ഫീസും 150 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും മൈഗ്രേഷൻ ഫീസും അടക്കം സെക്കൻഡ് ഇയറും കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം തോന്നാം. രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങളുടെ പ്രേരകന്മാരുടെ കയ്യിലുണ്ടാകും. അത് വാങ്ങിച്ച് അതിൻ്റെ കോപ്പി എടുത്തു വയ്ക്കുക. ഒപ്പം തന്നെ ഒറിജിനൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതുക. കാരണം നമുക്ക് അത്യാവശ്യം വരും. TC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം കയ്യിൽ കരുതുക. എക്സാം ഫീസ് അടയ്ക്കാനുള്ള തീയതി ആരും മറക്കാതിരിക്കുക. ഫൈനായിട്ട് അടയ്ക്കേണ്ടതും സൂപ്പർ ഫൈനായിട്ട് അടയ്ക്കേണ്ടതും യഥാർത്ഥത്തിൽ ഫൈനൊന്നും ഇല്ലാതെ അടയ്ക്കേണ്ടതുമായ ഡേറ്റുകൾ പ്രത്യേകം എല്ലാവരും ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിവിഷൻ അടക്കം എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ ഇക്കണോമിക്സിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പഠിക്കാൻ ആരംഭിക്കുക.